പ്രാർത്ഥനകൾക്കും ആഗ്രഹങ്ങൾക്കും ഉത്തരം കിട്ടിയെന്ന ആത്മസംതൃപ്തിയിൽ അടുത്ത വർഷം ദേവിയെ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ ഭക്തജനങ്ങൾ തലസ്ഥാനത്ത് നിന്ന് മടങ്ങുകയാണ്. മേഘ്ന മുരളി കൂടി നമ്മോടൊപ്പം ചെയ്തു. മേഘ്ന എവിടെയുണ്ട്? അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്? ഭക്തജനങ്ങളുടെ മടങ്ങിപ്പോക്കിന്റെ തിരക്കിലേക്ക് കൂടി തലസ്ഥാന നഗരം മാറുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ പൊങ്കാലയിടാൻ ഭാഗ്യം കിട്ടിയവർ, അവർ വലിയ ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ളതാണ് വിശ്വാസികൾ പറയുക. കാരണം ഇത്രയടുത്ത് അമ്മയ്ക്കടുത്ത് പൊങ്കാലയിട്ടവരാണ്. നമുക്കിപ്പോൾ കാണാം ഈ പൊങ്കാല കല്ലുകളടക്കം നിരത്തി. ഇത് വലിയൊരു ദൗത്യമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും. ഇത് ഇനി ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മടക്കം, അത് അനന്തപുരിക്ക് ഉറക്കമില്ലാതിരുന്ന മണിക്കൂറുകൾ, അതുപോലെ തന്നെ സഹനത്തിന്റെ, ത്യാഗത്തിന്റെ, കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ. ആ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇവിടെ ഭക്തജനങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ മടങ്ങുന്നത്. ഇപ്പോൾ ഇന്ന് ചന്ദ്രഗ്രഹണമായതിനാൽ തന്നെ ഇന്ന് വേഗം തന്നെ നടയടച്ചു. 3:10 നട പൂർണ്ണമായും അടക്കുമെന്നുള്ളതാണ് ക്ഷേത്രത്തിൽ നിന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ദർശനം സാധ്യമല്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഭക്തജനങ്ങൾ ഇനി അടുത്ത ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ച് മടങ്ങുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർക്ക് വലിയ കെട്ടുകളടക്കമുണ്ട്. ആ കെട്ടുകൾ അടക്കമെടുത്ത് അവരുടെ പൊങ്കാല ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ, അവയൊക്കെ എടുത്ത് ആണ് അവർ മടങ്ങുന്നത്. ഇനി അടുത്തുള്ള ബസ് അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തന്നെ KSRTC സർവീസുകൾ അടക്കമുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് പേർ ഈ പൊങ്കാല ഇട്ടതിന് ശേഷം വിശ്രമിക്കുന്നുണ്ട്. അമ്മ, പൊങ്കാല ഇട്ടു, സന്തോഷം? ഓ, സന്തോഷം. എന്താണ് ദേവിയോട് പറഞ്ഞത്? ഇനിയും വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. 15 വർഷമായി വരുന്നു. 15 വർഷം പൊങ്കാലിട്ട്. 15 വർഷങ്ങളുടെ അനുഭവം ഉണ്ടല്ലേ? ഉണ്ട്. കോഴിക്കോട് നിന്ന് വരിക. എന്തേലും പറഞ്ഞിട്ട് ഒരു ദിവസം തലസ്ഥാനത്ത് തങ്ങാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായാണ് ഭക്തർ വരിക. അങ്ങനെ എല്ലാം എടുത്തു വന്ന ഭക്തർ തിരികെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. അടുത്ത വർഷം ദേവിയെ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ, അവരുടെ പ്രാർത്ഥനകൾക്ക്, ആഗ്രഹങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അവർ മടങ്ങുകയാണ്. മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.